വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ കോൺഗ്രസുകാർക്കിടയിൽ എം.കെ. രാഘവൻ. സിറ്റിംഗ് എംപിയായ എം.കെ. രാഘവൻ തന്നെ യുഡിഎഫിനായി തേരുതെളിക്കുമെന്ന് ഉറപ്പായിരിക്കെ ഒരിക്കൽ കൈവിട്ട തട്ടകം തിരികെ പിടിക്കാൻ മുഹമ്മദ് റിയാസിനെ കളത്തിലിറക്കാനാണ് സിപിഐഎം ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പായാൽ സ്ഥാനാർത്ഥി മോഹികളുടെ കരുനീക്കങ്ങൾ പതിവ് കാഴ്ചകളാണ്. അതിനാൽ പലതരത്തിലുള്ള അവകാശവാദങ്ങളും സജീവമാകും, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. പക്ഷേ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതിനൊന്നും ഒരു സാധ്യതയും നിലവിലില്ല. സിറ്റിംഗ് എംപിയായ എം.കെ. രാഘവൻ തന്നെ ജനവിധി തേടുമെന്ന് കോൺഗ്രസുകാർ ഒറ്റ സ്വരത്തിൽ പറയും. ഇവിടെ അതുകൊണ്ട് ശ്രീ എം.കെ. രാഘവൻ തന്നെയായിരിക്കും ഞങ്ങളുടെ യുഡിഎഫിൻ്റെ സ്ഥാനാർത്ഥി. അതിന് ഒരു കാരണമായി ഒന്ന്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഫാക്ടറൊന്നും ഈ നിയോജക മണ്ഡലത്തിലില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വാഭാവികമായും യുഡിഎഫിൻ്റെ വിജയത്തിന് ഒരു ഘടകവുമായിരിക്കും, അതൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നൊരു ഘടകവുമായിരിക്കും. അതുകൊണ്ട് കോഴിക്കോട് പാർലമെൻറ്റ് സീറ്റിൽ യുഡിഎഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഘവൻ തന്നെ വരാനാണ് 99.99% സാധ്യത. മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാഘവന്റെ കരുത്ത് വ്യക്തിബന്ധങ്ങളിലാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊപ്പം കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മൂന്നാമതും വിജയം ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് യുഡിഎഫ്. ഇതിനെയൊക്കെ മറികടക്കാനുള്ള സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കണമെന്ന് എൽഡിഎഫിനും അറിയാം. നിലവിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പി.എ. മുഹമ്മദ് റിയാസിനാണ് മുൻതൂക്കം. ന്യൂനപക്ഷ വോട്ടുകൾ ഇതിലൂടെ സമാഹരിക്കാനാകുമെന്നാണ് എൽഡിഎഫ് കണക്കുകൂട്ടുന്നത്. യുവാവെന്ന പരിഗണനയ്ക്കൊപ്പം മണ്ഡലത്തിലെ വേരുകളും റിയാസിന് അനുകൂലമാണ്. എ. പ്രദീപ് കുമാറിന്റെ പേരും ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ടെങ്കിലും എംഎൽഎ സ്ഥാനം രാജിവെച്ചുള്ള നീക്കങ്ങൾ വേണ്ടെന്ന നിലപാടും ശക്തമാണ്. ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ എ. വിജയരാഘവൻ സ്ഥാനാർത്ഥിയായതുപോലെ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ല. നേരത്തെയുള്ള യുഡിഎഫ് ഒന്നും അതിന്റെ ഘടകകക്ഷികളൊന്നും അതിലില്ല. ജനതാദൾ യു അത് വിട്ടു. ഇപ്പോൾ അത് LJD എന്നുള്ള പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ്. യുഡിഎഫിനകത്ത് നിന്ന് പലരും, ചെറിയ പാർട്ടികൾ പലരും പുറത്തേക്ക് ചാടി. അതിനകത്തുള്ള പ്രധാന പാർട്ടി ഇപ്പോൾ ലീഗാണ്. രണ്ടാമത്തെ പാർട്ടി യുഡിഎഫിൽ കോൺഗ്രസ് ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഏറ്റക്കുറച്ചിലോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ, വിശേഷിച്ച് CPM-ൻ്റെ ഒക്കെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിലെ 2 പാർലമെൻറ്റ് സീറ്റുണ്ട്. രണ്ടും കഴിഞ്ഞ 2 തവണയായിട്ട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിക്കാതെ പോയതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളും കോഴിക്കോടും വടകരയും നല്ല വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ജയിക്കും. കഴിഞ്ഞ 2 തവണയും ഒപ്പമില്ലാതിരുന്ന വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള LJD മുന്നണിയിലെത്തിയതും LDFിന് ഇത്തവണ കൂടുതൽ കരുത്തു പകരും. കാര്യമായ പ്രതീക്ഷകളില്ലാത്ത മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥികളായി KP ശ്രീശൻ, പ്രകാശ് ബാബു തുടങ്ങിയ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. സുസ്മിത ഉള്ളാട്ടിൽ, റിപ്പോർട്ടർ, കോഴിക്കോട്.